വയനാട് നെടുമ്പാലയിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ അല്പസമയത്തിനകം തന്നെ വെടിവെക്കാനുള്ള നീക്കങ്ങളൊക്കെ ഊർജിതമായി നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ പുലിയെ വെടിവെക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പ്രദേശത്ത് പൂർത്തിയായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, അല്പസമയത്തിനകം തന്നെ വെടിവെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ സംഘങ്ങളൊക്കെ തയ്യാറായി നിൽക്കുന്നതായും കാണാം. എന്തൊക്കെ സംഭവിക്കുന്നു, എത്ര സമയത്തിനകം തന്നെ വെടിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ഇവിടെ എത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മയക്ക് മരുന്ന് തോക്കിൽ നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റി, നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെയും ആളുകളെ മാറ്റി. അതായത് ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പുലി എങ്ങനെ പ്രതികരിക്കും എന്ന അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു പക്ഷേ ഇപ്പോൾ കമ്പിവേലിയിൽ കുടുങ്ങിയത് കൊണ്ട് അതിന്റെ വല്ലാതെ പിടയാതിരിക്കുന്നത് ഒരു പക്ഷെ അതിന്റെ വേദന കാരണമായിരിക്കും. അതുപോലെ സമയം മയക്കുവെടി ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് അത് വളരെ പെട്ടെന്ന് അത് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുതിരി പോരാനോ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ആളുകളെ ഒരു കയർ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് തന്നെയും ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ ആ പ്രദേശം എത്തി രംഗം നിരീക്ഷിച്ചിരുന്നു. എവിടെ നിന്നാണ് മയക്കുവെടി വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചതിനു ശേഷം പിന്നീട് കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് ഒരുക്കം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉന്നം വെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കും എന്നാണ് മനസ്സിലാവുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. RRT സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉണ്ട്. വനം വകുപ്പിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് മാത്രമല്ല, DFO സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കുമെന്നാണ് മനസ്സിലാവുന്നത്. മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് മയങ്ങിയതിനു ശേഷം പിന്നീട് അതിനെ കൂട്ടിലേക്ക് മാറ്റുക എന്നതാണ് പിന്നീടുള്ള നടപടി. കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷം അതിനെ ഒരു സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കും. പൂർണ്ണാരോഗ്യവാനാണെങ്കിൽ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടുക എന്നത് തന്നെയാണ് മുന്നിലുള്ള വഴി. അതേസമയം ഇപ്പോൾ അത് കമ്പിവേലിയിൽ മണിക്കൂറുകളോളം കുരുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് അവശനായിരിക്കും എന്നാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായ ചികിത്സ നൽകുക എന്നതായിരിക്കും വനം വകുപ്പിന്റെ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ. അതിനുശേഷം അതിന്റെ പൂർണ്ണാരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രമായിരിക്കും അതിനെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടുക. ഇപ്പോൾ ഏതായാലും മയക്കുവെടി വെക്കാതെ ആ പ്രദേശത്തേക്ക് എത്താൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. വലിയ തരത്തിൽ സുരക്ഷ ആവശ്യമുള്ള ഒരു കാര്യമാണ്. മയക്കുവെടി വെച്ചാൽ തന്നെയും മയക്കുവെടി വെക്കാതെ അതിനടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നതുപോലെ തന്നെ മയക്കുവെടി വെച്ചാൽ തന്നെയും പിന്നീട് അത് എങ്ങനെ പ്രതികരിക്കും, ഒരു പക്ഷെ അതിൽ നിന്ന് കുതിരി ഈ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ നിന്ന് കുതിരി പെട്ടെന്ന് ഷോക്കേറ്റ ഒരു ആഘാതത്തിൽ അത് പെട്ടെന്ന് പുറത്ത് കടക്കുമോ എന്നൊരു ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാ മുന്നൊരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി. 9 മണിക്കാണ് ഇതിനെ കുരുങ്ങിയ നിലയിൽ കണ്ടത്. അതിനുശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി എല്ലാ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് മയക്കുവെടി സംഘം എത്തി. ഇപ്പോൾ അതിൽ മയക്കുമരുന്ന് നിറച്ചു കഴിഞ്ഞു. മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു സിറിഞ്ചാണ്. നമ്മൾ മയക്കുവെടി വെക്കുക എന്ന് പറയുമെങ്കിൽ പോലും ഒരു സിറിഞ്ചിൽ മരുന്ന് ഇൻജക്ട് ചെയ്യുക എന്നതാണ്. അത് കൃത്യസ്ഥലത്ത് അതിനെ എത്തിക്കേണ്ടതുണ്ട്. ഒരു കൃത്യമായ രീതിയിൽ അതിനെ പാകത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ പൊസിഷനിൽ ഈ മരുന്ന് എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനുശേഷം ഇത് മയങ്ങിയതിന് ശേഷം മാത്രമേ പിന്നീട് അതിനടുത്തേക്ക് എത്താനോ കൂട്ടിലേക്ക് മാറ്റാനോ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ എന്തിനാണ് വനംവകുപ്പ് കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഒരു കൃത്യമായ പൊസിഷനിൽ അതിനെ കിട്ടാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ അതിന് തലയിലൊന്നും മയക്കുവെടി കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തുടഭാഗത്തായിരിക്കും മയക്കുവെടി വെക്കുക എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒത്ത ഒരു രീതിയിൽ അതിനെ കിട്ടുക എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മയക്കുവെടി വെക്കും. ഇപ്പോൾ ആളുകളെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും RRT സംഘം, വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം കുറെ കൂടി അടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറെ കൂടി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത്
അതിനെ അതിനെ മയക്കുടി വെക്കാൻ പാകത്തിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കണം ഒരല്പം കൂടി അടുത്തേക്ക് നീങ്ങാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഒരല്പം കൂടി അടുത്തേക്ക് നീങ്ങാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വൈകാതെ മയക്കുടി വെക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും നേരത്തെ ഒരു സ്ഥലത്ത് ഒരല്പം നേരം ഒരു 15-20 മിനിറ്റ് നേരത്തോളം മയക്കുടി വെക്കാൻ വേണ്ടി നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവർ ഇവിടെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് മയക്കുടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി കുറെ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ് ജാക്കറ്റ് ഇട്ട് നമ്മൾ കാണുന്ന ആ ഡോക്ടർ. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ ഉണ്ട്. അതിനുശേഷം സ്ഥലം നിരീക്ഷിക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അറിയോ? അറിയില്ല, നിങ്ങളിപ്പോ കൂടുതൽ എന്തായാലും സംഘങ്ങൾ കൂടുതൽ പേർ ഇവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം മയക്കുവെടി വെക്കും. എന്തുകൊണ്ടാണ് ഇത്ര താമസം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇപ്പോൾ അവരെ ലക്ഷ്യം വെക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വല എത്തിച്ചിട്ടുണ്ട്. മയക്കുവെടി വെച്ചതിന് ശേഷം അഥവാ അതിങ്ങോട്ട് ചാടുകയാണെങ്കിൽ ഈ മയക്കുവെടി വെക്കുന്ന ആളുകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വല എത്തിക്കുന്നത്. ഈ വലയിൽ കുരുക്കി അതിനെ കൊണ്ടുപോകുക എന്നതല്ല ഇപ്പോൾ ഈ വല വെക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഒരു നായയൊക്കെ നമ്മൾ പിടിക്കുന്ന പോലത്തെ ഒരു കെണി ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ വല വെക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആ പുലി കെണിയിലാണുള്ളതെങ്കിലും വളരെ ദുർബലമായ ഒരു കെണി ആയിരിക്കണം. ഒരുപക്ഷെ ഈ മയക്കുവെടി ഏറ്റാൽ ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ചാടി വരാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഭയമുണ്ട് അവിടെ സംഘാംഗങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ കൃത്യമായ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കണം ദൗത്യം വൈകുന്നതും, അല്ലേ? തീർച്ചയായും ഇപ്പോൾ അതായത് നിലവിൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു.